എല്ലാരും ഒന്ന് സ്റ്റഡി ആയിട്ടിരിക്കുക. വെരി ഗുഡ്. സ്റ്റഡി ആയിട്ട് നമ്മൾ സ്റ്റുഡൻസ് എപ്പോഴും എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ ഇരിക്കണം. മനസ്സിലായ? അല്ലാതെ ഇങ്ങനെ ഇരിക്കരുത് കേട്ടോ. സ്റ്റഡി ആയിട്ടിരിക്കണം. എല്ലാരും ഒന്ന് ചിരിച്ച, നല്ലോണം ചിരിക്കും. എല്ലാരും ഒന്ന് ചിരിക്കും. നല്ലോണം ചിരി, നല്ല സുന്ദരമായിട്ട് ചിരിക്കും. കൊള്ളാം. ഞാൻ ചിരിക്കാൻ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഒരാളെ കാണുമോ, അയാൾക്ക് ഏറ്റവും ഭംഗി തോന്നുന്ന എപ്പോഴാ? ചിരിക്കുമ്പോഴാ. അല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴോ ദേഹിച്ചിരിക്കുമ്പോഴോ ഒരു ഭാവമില്ലാതിരിക്കുമ്പോഴാണോ ഭംഗി തോന്നുന്നത്? അല്ല. ഒരാളെ ഏറ്റവും ഭംഗിയായി തോന്നുന്ന എപ്പോഴാ? ചിരിക്കുമ്പോഴാ. എപ്പോഴും ആ ഒരു ചിരി നമ്മുടെ ഫേസിൽ നമ്മൾ എപ്പോഴും കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരാൾ വന്ന് വഴി ചോദിക്കുന്നു, പരിചയമുള്ളവനാവട്ടെ പരിചയമില്ലാത്തവരാവട്ടെ. നമ്മളുടെ അടുത്ത് ഒരാൾ എന്തെങ്കിലും സംസാരിക്കുന്നു, പരിചയമുള്ളവനാവട്ടെ പരിചയമില്ലാത്തവനാവട്ടെ, അയാൾ എപ്പോഴും നമ്മളടുത്ത് ചിരിച്ചുകൊണ്ടായിരിക്കും നമ്മളടുത്ത് സംസാരിക്കുന്നത്. അല്ലേ? ചിരിച്ചുകൊണ്ടായിരിക്കും നമ്മളടുത്ത് സംസാരിക്കുന്നത്. പരിചയമുള്ളവനാവട്ടെ പരിചയമില്ലാത്തവനാവട്ടെ, ഒരാളെ കാണുന്ന നമ്മുടെ ഫേസിൽ ആദ്യം വരുന്ന ഒരു എക്സ്പ്രഷൻ ചിരിയാണ്. ഇപ്പൊ തന്നെ നമ്മളടുത്ത് ഒരാള് നമ്മൾ റോഡിലൊക്കെ നിൽക്കുമ്പോൾ ഒരാളൊന്ന് ചോദിക്കും, ചേട്ടാ ഈ കൊല്ലത്തോട്ടുള്ള വഴി ഏതാ? ചിരിച്ചോണ്ടാ ചോദിക്കുന്നത്. അല്ലേ? അപ്പൊ നമ്മൾ ചിരിച്ചോണ്ട് തന്നെ പറയും, ചേട്ടാ അടുത്തോട്ട. നമ്മൾ ഒരാളെ സഹായിച്ചു, യഥാർത്ഥ ഇങ്ങോട്ടല്ല ചേട്ടത്തോട്ട. ഇത്രേ ഉള്ളൂ. നമ്മൾ ചിലപ്പോൾ നമ്മൾ അബദ്ധമായിരിക്കാൻ പറയുന്നത്, പക്ഷെ നമ്മൾ എപ്പോഴും ആ ഒരു സ്മൈൽ, നമ്മൾ ആ ഒരു പോസിറ്റീവ്നെസ് നമ്മൾ കീപ്പ് ചെയ്യുക. നമ്മൾ നന്നായി ചിരിക്കുക. വെറുതെ ചിരിച്ചാൽ പോരാ, നല്ല മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ സുന്ദരമായി ചിരിക്കണം. അങ്ങനെ സുന്ദരമായി ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ വേണം? ആരോഗ്യം, സമാധാനം, അതൊക്കെ വേണം. ആരോഗ്യം. ഈ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും. നിങ്ങളിപ്പോൾ അഭ്യസിക്കുന്ന വിദ്യ പോലെ, വിദ്യാഭ്യാസം പോലെ നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ഒരെണ്ണമാണ് ഏത്? ആരോഗ്യം. നമുക്കാണെങ്കിൽ ഒരു ഡോക്ടറിനെ വാങ്ങിക്കാം, വലിയ കാർഷികനൊക്കെ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നൊക്കെ വാങ്ങിക്കാം. ഒരിക്കലും നമുക്ക് ആരോഗ്യം വില കൊടുത്ത് വാങ്ങാൻ പറ്റത്തില്ല. നമുക്ക് സ്വതസിദ്ധമായി സ്വാഭാവികമായി നമ്മളെല്ലാം ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമാണ്. ഈ ആരോഗ്യം നമ്മൾ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ കീപ്പ് ചെയ്യണം. എന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞ ആ സന്തോഷത്തോടെ സമാധാനത്തോടെയുമുള്ള ആ ഒരു ചിരി നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരാൾ അസുഖമായിട്ടൊക്കെ ഇരിക്കുക, ക്യാൻസറും അല്ലെങ്കിൽ വലിയ ബ്രോങ്കൈറ്റിസും ന്യൂമോണിയൊക്കെ വന്നിരിക്കുക, അയാൾക്ക് സന്തോഷത്തോടെ ചിരിക്കാൻ പറ്റുമോ? സമാധാനത്തോടെ ചിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പേരിനൊരു ചിരി, അത്രയേ അയാളെ കൊണ്ട് പറ്റൂ. അങ്ങനെയല്ല മക്കളെ, നമ്മള് നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ട് പരമായിട്ട് ഇരിക്കണം. ഈ പറഞ്ഞ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ മുന്നോട്ട് നയിക്കണം. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സമ്പാദ്യം നമ്മൾ ചിലവിടുന്നത് എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്? ഈ പറഞ്ഞ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലയോ? നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാ? ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ. വ്യായാമം ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ടാ? ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രികളിൽ പോകും, എന്തിനു വേണ്ടിയിട്ടാ? ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ, താൽക്കാലികമായി നഷ്ടപ്പെട്ടു പോയ ആ ഒരു ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആശുപത്രിയിൽ പോകുന്നത്, പൈസ കൊടുത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നതാണ്, നമ്മുടെ ഒരു സമ്പാദ്യത്തിന്റെ ഭൂരിപക്ഷവും നമ്മൾ ചിലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്? ഈ പറഞ്ഞ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അത്രയും പൈസ എല്ലാം ചെലവാക്കി നമ്മുടെ ആ ഹെൽത്തിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി നമ്മളിലേക്ക് വരുന്നത്. ഏതാ? ഡ്രഗ്സ്. ഞാൻ പറഞ്ഞു ആരോഗ്യത്തിന്റെ ഇമ്പോർട്ടൻസ്. ഞാൻ പറഞ്ഞു നമുക്ക് ഒരിക്കലും വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഒരിക്കലും നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. നമുക്ക് സ്വതസിദ്ധമായി സ്വാഭാവികമായി നമുക്ക് ആരോഗ്യം കിട്ടിയിട്ടുണ്ട്. ആ ആരോഗ്യം നമ്മൾ എന്തോ ചെയ്യുക വേണ്ട? സംരക്ഷിച്ചു പോവുക വേണ്ട. അതിന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം. അല്ലയോ? ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഏതാ? പറ. ഇവിടെ മന്തിന്നൊക്കെ വന്നു. നമ്മുടെ പ്രകൃതി തന്നെ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്.
ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഇലക്കറികള് ഇല്ലയോ, ഒരുപാട് നല്ല നല്ല ആരോഗ്യപരമായ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നമ്മൾ അതൊക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക. അതല്ലാതെ നേരത്തെ പറഞ്ഞ കുഴിമന്തിയുടെയും അൽഫാമും ഷവായിയും അതൊന്നും അതിന്റെ പുറകെ നമ്മൾ പോകരുത്. അതൊക്കെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. വല്ലപ്പോഴും കഴിക്കുന്നത് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുറ്റമില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ പരമാവധി മക്കളെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. നമ്മുടെ ഓരോ ഓർഗൻസിന്റെയും നമ്മുടെ ഓരോ അവയവങ്ങളുടെയും ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ശരീരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരം ഒരു വലിയ അത്ഭുതമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരീരം എന്താണെന്ന് ഒരു വലിയ അത്ഭുതമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് മനോഹരമായ രണ്ട് കണ്ണുകളുണ്ട് ഇല്ലയോ? മനോഹരമായ രണ്ട് കണ്ണുകളുണ്ട്. നമുക്കറിയാം ലോകത്ത് ഒരുപാട് തരത്തിലുള്ള ക്യാമറാസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലയോ? ക്യാമറ നമ്മൾ ഈ ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും ക്യാമറകളിൽ എടുത്ത ഏതെങ്കിലും ഒരു ഫോട്ടോയ്ക്ക് പോലും നമ്മൾ നേരിൽ കാണുന്നത് പോലെ ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി ഉണ്ടാവാറുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എത്രത്തോളം മികച്ച ലെൻസുകളുള്ള രണ്ട് കണ്ണുകളാണ് നമുക്കുള്ളത്. അത്രയും മികച്ച രണ്ട് കണ്ണുകളാണ് നമുക്കുള്ളത്. മനസ്സിലായോ? അതുപോലെ തന്നെ നമുക്കറിയാം ഏതൊരു മെഷീനും ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലയോ? ഫാൻ ആവട്ടെ, ലൈറ്റ് ആവട്ടെ, AC ആവട്ടെ, വാച്ച് ആവട്ടെ, മൈക്ക് ആവട്ടെ, ഫോൺ ആവട്ടെ, എന്തും ആവട്ടെ, കുറെ നേരം നിർത്താതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചീത്തയായി പോകും അല്ലയോ? ചീത്തയായി പോകത്തില്ല ഏതൊരു ഉപകരണമാണെങ്കിലും. പക്ഷെ നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഒരവയവം ഇവിടെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക. ഇത് നിൽക്കുവോ? നിന്ന് കഴിഞ്ഞാൽ എന്തുവല്ല അർത്ഥം? മരിച്ചു. നിന്ന് കഴിഞ്ഞാൽ മരിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ അത്രയും കപ്പാസിറ്റി ഉള്ള, അത്രയും നാള് നിർത്താതെ പ്രവർത്തിക്കുന്ന ഒരു അവയവം, വളരെ മഹത്തായ ഒരു അവയവം, ഒരു ഹൃദയം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെയോ അതുപോലെ ഒരുപാട് ഏറ്റവും മികച്ച അരിപ്പ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ട് ഇല്ലയോ? ഏതാ? കിഡ്നി. ഏറ്റവും മികച്ച രണ്ട് അരിപ്പകൾ. ഇതിനേക്കാളും മികച്ച രണ്ട് ഫിൽറ്ററുകളെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത്രയും മികച്ച രണ്ട് വൃത്തികൾ. അങ്ങനെ ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ ഒരു മഹത്വം, ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ നമ്മുടെ ജീവിതം ഏതെങ്കിലും ഒരു വസ്തുവിന് നമ്മൾ കൊടുക്കാനുള്ളതല്ല. ഈ ശരീരത്തിന്റെ ഈ ഇമ്പോർട്ടൻസ് നമ്മൾ തിരിച്ചറിയണം. എന്തിനു വേണ്ടിയാണ്, അതിന്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം. കണ്ണിന്റെ ആവശ്യകത എന്തൊക്കെയാണ്? ഹൃദയത്തിന്റെ ഫംഗ്ഷൻ എന്തുവാ? ബ്ലഡ് പമ്പ് ചെയ്യുക. കിഡ്നിയുടെ ആണെങ്കിലോ ബ്ലഡിനെ ശുദ്ധീകരിക്കുക ഇല്ലയോ? അങ്ങനെ മഹത്തായ ധർമ്മങ്ങൾ ചെയ്യുന്ന ഓരോ അവയവങ്ങളുമാണ് നമുക്കുള്ളത്. ആ അവയവങ്ങളെ എല്ലാം നമ്മൾ ആരോഗ്യപരമായി നമ്മൾ സംരക്ഷിക്കണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ കഴിക്കണം, വ്യായാമം ചെയ്യണം, പിന്നെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടണം. നിങ്ങൾ എത്ര പേര് വ്യായാമം ചെയ്യുന്നുണ്ട് മക്കളെ? സത്യസന്ധമായി പറ, ദിവസവും വ്യായാമം ചെയ്യുന്ന എത്ര പേരുണ്ട്? വെരി ഗുഡ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വ്യായാമത്തെക്കാൾ ഉപരി ഏതെങ്കിലും കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുക. കാരണം എന്തുവാ? വ്യായാമത്തിലാണെങ്കിലും നമ്മുടെ ശരീരം അനങ്ങും, കായികത്തിലാണെങ്കിലും നമ്മുടെ ശരീരം അനങ്ങും അല്ലയോ? പക്ഷെ ഞാൻ വ്യായാമത്തെക്കാൾ ഉപരി നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് കായിക വിനോദങ്ങളാണ്. സ്പോർട്സ്, ക്രിക്കറ്റ് ആവട്ടെ, ഫുട്ബോൾ ആവട്ടെ, കബഡി ആവട്ടെ, വോളിബോൾ ആവട്ടെ, ബാഡ്മിന്റൺ ആവട്ടെ, ഏത് ഗെയിംസും ആവട്ടെ, ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന സ്പോർട്സ് തന്നെയാണ്. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോ ഒരു ക്രിക്കറ്റ് കളിക്കുക അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുക, ഏതെങ്കിലും ഒരു ടീം ജയിക്കും, ഏതെങ്കിലും ഒരു ടീം തോക്കും. ജയവുമുണ്ട് തോൽവിയുമുണ്ട്. ജയത്തിന്റെ ആ ഒരു മധുരവും തോൽവിയുടെ കയ്പും നമ്മൾ നുണയോ? തീർച്ചയായും നുണയും. നമ്മൾ എന്ത് ചെയ്യും? ഓരോ കളികൾ തോൽവി വരുമ്പോഴത്തേക്ക് നമ്മൾ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ തുടങ്ങും. തോൽവികളെ ഫേസ് ചെയ്യാൻ നമ്മൾ ധൈര്യം കാണിക്കും. തോൽവികളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നമ്മൾ കാണിക്കും. നമ്മൾ അങ്ങനെ തോൽവിയെ ഫേസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇല്ലെങ്കിൽ ലൈഫിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ മതി, നമ്മളൊരു കയറെടുത്തോണ്ട് കഴുത്തെ നോക്കി ഫാന്റെ ബലം നോക്കാൻ പോകും.
അല്ലയോ? ഇപ്പൊ നിങ്ങളുടെ തന്നെ ഒരു ഏജ് കാറ്റഗറിയിൽ വരുന്ന പിള്ളേര് ഒരുപാട് കാണിക്കുന്ന ഒരു ടെൻഡൻസി ഇപ്പോഴത്തുള്ള പിള്ളേര് തൊട്ടേന് പിടിക്കുന്ന കാര്യങ്ങളിലൊക്കെ പോയി അങ്ങ് ആത്മഹത്യ ചെയ്യുക. ചെറിയ നിസ്സാരമായ അച്ഛൻ അത് വാങ്ങിച്ചു തന്നില്ല, അമ്മ ഇത് വാങ്ങിച്ചു തന്നില്ല എന്ന് പറഞ്ഞ് നിസ്സാരമായ കാര്യത്തിന് വരെ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയാണ്. എന്തുകൊണ്ടാ? അവരുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചെറിയൊരു ഡൗൺഫാൾ വന്നു, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ചെറിയൊരു തോൽവി വന്നു, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്പോർട്സ് ആക്ടിവിറ്റികളിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ജയിക്കുകയും ചെയ്യും, തോൽക്കുകയും ചെയ്യും. തോൽവികളെ ഫേസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കും. തോൽവികളെ ഫേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു മികച്ച നല്ല മനക്കരുത്ത് കിട്ടും. അങ്ങനെ മനക്കരുത്തുള്ളവരെ നിങ്ങളെ ഏത് നടുക്കടലിൽ കൊണ്ട് നിൽക്കാലും അവിടുന്ന് നീന്തി രക്ഷപ്പെടാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു ടെൻഡൻസി നിങ്ങൾ കാണിക്കും. അത്രയും മെന്റൽ കപ്പാസിറ്റി നമുക്ക് വരും. ആ ഒരു മനക്കരുത്ത് നിങ്ങൾ കാണിക്കും. ഏത് നടുക്കടലിൽ കൊണ്ടിട്ടാലും നിങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു ടെൻഡൻസി, ഒരു മനക്കരുത്ത് കാണിക്കും. ആ ഒരു മനക്കരുത്ത് സ്പോർട്സിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഇത് കേരള എക്സൈസിന്റെ തന്നെ മുക്തി മിഷന്റെ കീഴിലുള്ള ഒരു പ്രധാന തീം തന്നെയാണ്, ഒരു പ്രധാന സന്ദേശം തന്നെയാണ്. നിങ്ങളിൽ എന്തോ ചെയ്യുക, കായികത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. ഇത് മക്കളെ ഒരു 4 പേരൊരു മുറിയിൽ കൂടിയിരുന്ന് ടോസ് ഇട്ടോ നടക്കുന്നതോ തീരുമാനിച്ച കാര്യമല്ല. വിദഗ്ധരായ ഡോക്ടർമാരുടെയും കൗൺസിലർമാരുടെയും ഒക്കെ ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നിങ്ങളിലേക്ക് വെച്ചത്. നിങ്ങളിൽ കായികത്തെ പ്രോത്സാഹിപ്പിക്കുക. എന്തുകൊണ്ട് തന്നെയാ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് എന്തുവാ, ജയവും തോൽവിയും എല്ലാം മാറി വരും. അതായത് ഉയർച്ചകളും താഴ്ചകളും എല്ലാം മാറി വരും. സ്പോർട്സിൽ അങ്ങനെ കഴിയോ, ഉയർച്ച തോൽവിയും ജയവും എല്ലാം മാറി വരും. അതുപോലെ തന്നെയാണ് ജീവിതവും. ഒരിക്കലും നമുക്ക് സന്തോഷം മാത്രമാണ് കിട്ടുന്നത്, വിഷമങ്ങളും ഉണ്ടാവും. തീർച്ചയായിട്ടും വിഷമങ്ങളും ഉണ്ടാവും, സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാവും. ഇതിനെയൊക്കെ തരണം ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മനക്കരുത്ത് സമ്പാദിക്കണം. അത് നമ്മുടെ ഓരോരോ അനുഭവങ്ങളിലൂടെയാണ് കിട്ടുന്നത്. അത്തരത്തിലുള്ള ഒരു അനുഭവം തന്നെയാണ് ഈ കായിക വിനോദത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. എന്ത് മാനസികമായ ഉല്ലാസം കിട്ടും നമുക്ക്. ഒരുപാട് തരത്തിലുള്ള വിഷമതകളെ നമ്മൾ മറക്കുന്ന ഒരു ടൈമാണ്. നമ്മളിപ്പോ ഒരു 1.5 മണിക്കൂർ ഇരുന്ന് ഫുട്ബോൾ കളിക്കുക കൂട്ടുകാരിലൂടെയൊക്കെ. ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ കളിച്ചിട്ടുണ്ട്. ആ ടൈമിലൊന്നും നമ്മുടെ മനസ്സിൽ മറ്റൊരു ചിന്തകൾ വന്നു പോകുന്നില്ല. അങ്ങനെ കളിച്ച് നമ്മുടെ ആ ഒരു മെന്റൽ റിലാക്സേഷൻ, ആ ഒരു മാനസികപരമായ ഒരു ആരോഗ്യം കൂടെ അവിടെ നമ്മൾ കൈവരിക്കുക. മനസ്സിലായ മക്കളെ? നമ്മൾ സ്പോർട്സ് ആക്ടിവിറ്റികളിൽ ഏർപ്പെടുമ്പോഴേ നമ്മൾ ശാരീരികമായി മാത്രമല്ല മാനസികമായി ഉള്ള ആരോഗ്യം കൂടെ നമ്മൾ കൈവരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ്, മാനസികാരോഗ്യം എന്നുള്ളത്. മനസ്സിലായോ? ഈ മാനസികാരോഗ്യം ഇല്ലാത്തവരാണ് ഈ മനക്കെട്ടി ഇല്ലാതെ നേരത്തെ എന്തോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കയറെടുത്ത് കയറ്റി നോക്കി ഫാന്റെ ബലം നോക്കാൻ പോകും. അതല്ലെങ്കിൽ കിണർ താഴെ നോക്കാൻ പോകും. സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ കായിക വിനോദങ്ങളിൽ ഏർപ്പെടണം. ഞാൻ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾ എന്തിനു വേണ്ടിയാ? നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡ്രഗ്സ്. ഈ ഡ്രഗ്സ് ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ഒരിക്കലും ഇപ്പോൾ കാണുന്ന ഈ രാസലഹരി എന്ന് പറയുന്ന ഈ വസ്തു ഒരിക്കലും പുതുതായി ഒരാള് ആദ്യമായി ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല. അവൻ ചെറിയ ചെറിയ ദുശീലങ്ങളിൽ കൂടി വന്നാണ് ഈ പറഞ്ഞ രാസലഹരികളിലേക്ക് എത്തുന്നത്. ചെറിയ ചെറിയ ദുശീലങ്ങൾ ഏതൊക്കെ നമുക്കറിയാമല്ലോ. ഏതാ? മദ്യപിക്കല്, ചെറിയ ചെറിയ ദുശീലം ആണോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം? കാര്യം നമുക്കറിയാം, ഇപ്പം തന്നെ പുതിയൊരു സബ്സ്റ്റൻസ് വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു തരത്തിലുള്ള രാസലഹരികളുടെ പേര് നിങ്ങളിലേക്ക് എത്തിക്കരുതെന്നാണ് ഞങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ. പുതിയതൊരു രാസലഹരി കൂടി നമ്മുടെ രംഗത്ത് വന്നിട്ടുണ്ട്. മനസ്സിലായോ? ഈ രാസലഹരി എന്ന് പറയുന്നത് മക്കളെ, അതിന്റെ ആ ഒരു ഡേഞ്ചർ, അതിന്റെ ഒരു അപകടം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും 10 മടങ്ങ് കൂടുതലാണ്. നമ്മൾ വിചാരിക്കും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഉപയോഗിച്ച് തുടങ്ങും. അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ
നമ്മുടെ ലൈഫിന്റെ ടോട്ടൽ കൺട്രോൾ നഷ്ടപ്പെടുക. നമ്മുടെ ലൈഫിന്റെ ടോട്ടൽ കൺട്രോൾ നഷ്ടപ്പെടുക. ഇപ്പൊ ഞങ്ങള് ഇത്രയും പ്രതികളെയൊക്കെ ചോദ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രധാനമായിട്ടും ബഹുഭൂരിപക്ഷം ആളുകളും ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് സ്വന്തം കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, സ്വന്തം കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി കൊടുക്കുന്ന, അല്ലെങ്കിൽ നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതാണ്. വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആർക്ക് നഷ്ടം? നമ്മൾ വാങ്ങി ഉപയോഗിക്കും, കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരെ തരും, അവൻ തന്നതല്ലേ, അവള് തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ വാങ്ങി ഉപയോഗിക്കും. ഉപയോഗിച്ച മക്കളെ ആർക്കാ നഷ്ടം? നമുക്കല്ലേ നഷ്ടം? തന്നവന് നഷ്ടമുണ്ടാ? അവന് പൈസ കിട്ടും, നമ്മുടെ പൈസ പോവും, ആരോഗ്യവും പോവും. നമ്മൾ ബഹുഭൂരിപക്ഷവും പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ ആരും ചോദിക്കില്ല ആദ്യമായിട്ട് നീ എപ്പോഴും ഉപയോഗിച്ചു നോക്കിയപ്പോൾ അവര് പറയുന്ന പ്രധാന കാര്യം എന്ത് തന്നെയാണ്? സാർ എന്റെ കൂട്ടുകാരനാണ് തന്നത്, അപ്പോഴാണ് ഞാൻ ആദ്യമായി ഉപയോഗിക്കുന്നത്, എന്റെ കൂട്ടുകാരനാണ് തന്നത്, അല്ലെങ്കിൽ അപ്പോഴാണ് ഞാൻ ആദ്യമായി ഉപയോഗിക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നത്. അതുപോലെ നിങ്ങളിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരികളോ ഇതിനകത്ത് വസ്തുക്കൾ കൊണ്ട് തരും, നിങ്ങളത് വാങ്ങിക്കോ? നിങ്ങളത് വാങ്ങിക്കോ? വാങ്ങിക്കരുത്. ആർക്ക് വേണ്ടിട്ടാ? നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും മികച്ച ആരോഗ്യം, അത്രയും നല്ല ആരോഗ്യം ഏതെങ്കിലും ഒരു വ്യക്തി തരുന്ന ഒരു വസ്തു വാങ്ങി ഉപയോഗിച്ച് നശിപ്പിക്കാനുള്ളതാണോ? ആണോ? അല്ല. ഒരുപാട് പ്രതികളെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒന്ന് തന്നെയാണ്. ഞങ്ങളൊക്കെ അപ്പോൾ ആലോചിക്കും, ഇവരെന്താണ് ഇത്രയും ആ ഒരു ഇറസ്പോൺസിബിലിറ്റി കാണിക്കുന്നത് സ്വന്തം ലൈഫിന്റെ കാര്യത്തിൽ? അവർക്കറിയാം ഈ വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഹാനികരമാണ്, മാരകമായ രോഗങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാകുമെന്ന്. മാരകമായ രോഗങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാകും നമുക്കറിയാം. എന്നിട്ടും വാങ്ങി ഉപയോഗിക്കും. നമ്മളിപ്പോ ഒരു സിഗരറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സിഗരറ്റിന്റെ ബോക്സിന്റെ കവറിന്റെ ഫ്രണ്ടിൽ എന്തോ ഉണ്ട്? ഒരു ചെറിയ പടം, ഒരു മെസ്സേജ് ഉണ്ട്. എന്തുവാ? ടൊബാക്കോ കോസസ് ക്യാൻസർ. ആ പാക്കറ്റ് നോക്കിക്കൊണ്ടിരുന്ന സിഗരറ്റ് കഴിക്കും. ഇതാണ് അറിയാം, ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് അവർക്കറിയാം. ആ വസ്തുത അവരുടെ മനസ്സിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുക. എന്തോ ഒരു വിവേചന ബുദ്ധി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. വിവരമില്ലായിട്ടാണോ മക്കളെ? അതാണ് പറഞ്ഞത്, ആ ഒരു അഡിക്ഷൻ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അവിടെ തീർന്നു. പിന്നെ നമ്മുടെ ലൈഫിൽ സുഖം എന്തെന്നോ സന്തോഷം എന്തെന്നോ സമാധാനം എന്തെന്നോ അറിയാൻ പറ്റത്തില്ല. നമ്മൾ സന്തോഷവാന്മാരായിരുന്നു, ഹാപ്പി ആയിരുന്നു. ഏതുവരെ? ലഹരി വസ്തുക്കൾ നമ്മൾ ആദ്യമായി ഉപയോഗിക്കുന്നത് വരെ. എപ്പോൾ മുതൽ നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു തുടങ്ങിയോ അപ്പോൾ മുതൽ നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ സന്തോഷം എന്തെന്നോ സമാധാനം എന്തെന്നോ അവർക്ക് അറിയാൻ പറ്റത്തില്ല, ഉറപ്പാ. അതാണ് നമ്മളെല്ലാവരും സിനിമ ഉണ്ട്, ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, അല്ലയോ? ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അപ്പൊ ആ സിനിമയ്ക്കകത്ത് മഞ്ജു വാര്യരുടെ മകളായി അഭിനയിക്കുന്ന ആ ക്യാരക്ടർ ആ സിനിമയിൽ നമുക്കറിയാം ഒരു മാരകമായ ഡ്രഗ് അഡിക്റ്റ്, അല്ലയോ? ഒരു വലിയ ഡ്രഗ് അഡിക്റ്റ്, അല്ലയോ? സിനിമ കണ്ടതല്ലയോ? ആ കുട്ടി ആ സിനിമയിൽ എവിടെയെങ്കിലും ഹാപ്പി ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? കാണാൻ പറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ടാ? ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ടാ. ഈ ഡ്രഗ് അഡിക്ഷൻ വന്നു കഴിഞ്ഞാലേ പിന്നെ ഒരൊറ്റ എന്തുവാ കിളി പറഞ്ഞ ഒരവസ്ഥ. അതാണ് കറക്റ്റ്. പിന്നെ അതിന് സന്തോഷം എന്തെന്നോ സമാധാനം എന്തെന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ലൈഫ് കൊണ്ടോണ്ടിപ്പോ. പക്ഷെ രണ്ടാം ഭാഗം യമുനയിലേക്ക് എത്തിയപ്പോൾ അവൾ എന്തായി? ആ ഡ്രഗിൽ നിന്നും മോചിതയായി, ആയില്ലയോ? പിന്നെ അവളുടെ മുഖത്ത് നമുക്ക് എന്തോ കാണാൻ പറ്റി? സന്തോഷവും ചിരിയും സമാധാനവും എല്ലാം നമുക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെയാണ് മക്കളെ, നമ്മുടെ ലൈഫിൽ എപ്പോഴൊക്കെ ലഹരി വസ്തുക്കൾ വന്ന് കയറുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെടും. എപ്പോഴൊക്കെ നമ്മളൊക്കെ അകറ്റി നിർത്തുന്നു അപ്പോഴൊക്കെ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവും. ഇപ്പൊ തന്നെ നമ്മുടെ സിനിമ നടൻ ഷൈൻ ടോം ചാക്കോ പുതിയ ഇന്റർവ്യൂ കണ്ടോ? പഴയ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ? എന്തൊക്കെ
എന്തൊക്കെ ചെയ്തികൾ അദ്ദേഹം ചെയ്തത് ഓരോ ഇന്റർവ്യൂവിലൊക്കെ വന്നിരുന്ന, അപ്പോഴും ആ ഒരു ഡ്രഗിന്റെ ഇൻഫ്ലുവൻസിലായിരുന്നു അദ്ദേഹം ഇരുന്നത്. പക്ഷേ അദ്ദേഹം ആ പറഞ്ഞ ഒരു ലഹരി ഒരു കൗൺസിലിംഗ് ഒക്കെ കിട്ടി, ലഹരിയിൽ നിന്ന് മോചിതനൊക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഒരു പോസിറ്റീവ്നെസ് ആണ്, അല്ലയോ? പുതിയൊരു ഇന്റർവ്യൂവില് ആ യൂട്യൂബിൽ നമുക്കറിയാം ഒരു തമ്മയിലൊക്കെ വരും, ആ തമ്മയിൽ അദ്ദേഹത്തിന്റെ പുതിയ ഒരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ്നെസ് ആണ്. കാര്യം എന്തോ അദ്ദേഹം ആ പറഞ്ഞ ഡ്രഗുകളിൽ നിന്നൊക്കെ അങ്ങേ എന്തോ ആയി, ഫ്രീ ആയി, മുക്തനായി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തത വന്നു തുടങ്ങി, പ്രവൃത്തികളിൽ വ്യക്തത വന്നു തുടങ്ങി. നേരത്തെ അതായിരുന്നു അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അദ്ദേഹം എപ്പോൾ ആ പറഞ്ഞ ലഹരി വസ്തുവിനെ അദ്ദേഹം ഒഴിവാക്കിയോ അപ്പൊ അദ്ദേഹത്തിന് എന്തോ വന്നു, തിരിച്ചെന്തോ വന്നു, സന്തോഷവും സമാധാനവും ഒക്കെ വന്നു. അതുപോലെ തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മക്കളെ, നിങ്ങളിലേക്ക് ഈ പറയപ്പെടുന്ന ലഹരി വസ്തുക്കൾ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഏത് തന്നെയാണ്? നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി തരുന്ന ആ പറഞ്ഞ ആ ഒരു ഡ്രഗ് ഉപയോഗിച്ച് നോക്കി എന്ന് പറയുന്ന ആ സാഹചര്യം തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളിലേക്ക് ഈ പറയപ്പെടുന്ന ഒരു സാഹചര്യം വരും. നിങ്ങൾ എന്തോ പറയും? നിങ്ങൾ എന്തോ പറയും? വേണ്ടാന്ന് പറയും. വെരി ഗുഡ്. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. നമ്മൾ ലഹരി ഉപയോഗിച്ച് നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ നശിക്കും, നമ്മുടെ ശരീരം നശിക്കും, നമ്മുടെ കുടുംബം നശിക്കും, നമ്മുടെ സമൂഹം തന്നെ നശിക്കും. മനസ്സിലായ? ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിലേക്ക് ഈ പറയപ്പെടുന്ന ലഹരി എത്തുന്ന മറ്റൊരു റീസൺ, മറ്റൊരു സാഹചര്യമാണ് പറയാൻ പോകുന്നത്. അതൊരു ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഒരു 3-4 മാസം മുമ്പ് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി പറയുക. ഞങ്ങൾ ഒരിക്കലും ഇതാണത് കടപ്പുറം ഏരിയയിൽ നമ്മുടെ തീരദേശ റോഡിലൊക്കെ ഇങ്ങനെ പട്രോൾ ചെയ്യുക. ഇപ്പം നമ്മള് മെയിൻലി അന്ന് ആ ടൈമിൽ യൂണിഫോം അല്ല, എന്തുവാ, നമ്മളൊരു 3-4 പേര് മഫ്തിയിലങ്ങനെ സാധാ സിവിൽ ഡ്രസ്സിലങ്ങനെ നിൽക്കും. അപ്പൊ ഞങ്ങൾ ഒരിക്കലും അതിലേക്കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു വലിയ പാറക്കല്ലുണ്ട്, ഒരു സ്പോട്ട് ഉണ്ട്. ആ പാറക്കല്ലിന്റെ മുകളിൽ ഒരു പയ്യൻ ഇരുന്ന് കരയുക. എന്തുവരുന്നു മക്കളെ? ഒരു പയ്യൻ ഇരുന്ന് കരയുന്നു ഒരു പാറക്കല്ലിന്റെ മുകളിൽ. ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്നു. ചെന്നിട്ട് ആദ്യം ചോദിച്ചോളാം, നീ എന്താ ഇവിടെ ഇരിക്കുന്നേന്ന് ചോദിച്ചു. എന്ത് മക്കളെ? നീ എന്താ ഇവിടെ ഇരിക്കുന്നേന്ന് ചോദിച്ചു. ഒന്നും പറയുന്നില്ല, അവൻ കരഞ്ഞോണ്ട് തന്നെ ഇരിക്കുക. അവരുടെ അടുത്ത് പിന്നെ ചോദിച്ചാ, നീ എന്തിനാ കരയുന്നേന്ന് ചോദിച്ചു. അപ്പോഴും ഒന്നും പറയുന്നില്ല, അവൻ കരഞ്ഞോണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് കണ്ണീരൊക്കെ തുടക്കി എന്നൊക്കെ പറഞ്ഞ് കണ്ണീരങ്ങോട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആ പയ്യൻ എന്തോ ചെയ്തു, പോക്കറ്റിൽ നിന്ന് ഒരു കർച്ചീഫ് എടുത്ത് കണ്ണീരൊക്കെ തുടയ്ക്കുക. തുടയ്ക്കുന്നതിന്റെ ഇടയിൽ കർച്ചീഫിന്റെ ഇടയിൽ നിന്ന് എന്തോ തറ വീണു. കർച്ചീഫിന്റെ ഇടയിൽ നിന്ന് എന്ത് തറ വീണു? ആ പറയപ്പെടുന്ന ലഹരി വസ്തു തറയിൽ വീണു. ആ പറയപ്പെട്ട ലഹരി വസ്തു തറയിൽ വീണു. ആ വസ്തു ഞങ്ങൾ എടുത്തു. അവരോട് ചോദിച്ചാൽ ഇത് ഉപയോഗിച്ചിട്ടിരിക്കുവാണോ? അതെ സാർ. ഉപയോഗിച്ചിരുന്നതിന്റെ ബാക്കിയായിരുന്നു ആ കവറിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവന്റെ പേരിൽ ഞങ്ങൾ കേസെടുത്തു. കൈവശം വെച്ചതിന്റെ പേരിലും ഉപയോഗിച്ചതിന്റെ പേരിലും ഞങ്ങൾ അവനെതിരെ കേസെടുത്തു. അങ്ങനെ ഓഫീസിൽ കൊണ്ടുവന്ന് കുറച്ച് സമയം കഴിച്ചപ്പോഴത്തേക്ക് അവരോട് ചോദിച്ചാ, നീ എന്തിനാ അവിടെ നിന്ന് കരഞ്ഞ? നീ ഇതുവരെ പറഞ്ഞല്ലോ, നീ എന്തിനാ അവിടെ നിന്ന് കരഞ്ഞെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, സാർ ഞാൻ അല്ല, അവന് നിങ്ങൾ ആലോചിക്കണം, ഒരു കാര്യം കൂടെ ആലോചിക്കണം. അവന് 19 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. എത്ര വയസ്സാ? 19 വയസ്സ് മാത്രമേ അവന് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ചോദിക്കണം, നീ എന്തിനാ അവിടെ നിന്ന് കരഞ്ഞെന്ന് ചോദിക്കുക. അവർ, സാർ ഞാനൊരു പെൺകുട്ടിയുമായി 7 വർഷത്തോളം പ്രണയത്തിലായിരുന്നു, സ്നേഹത്തിലായിരുന്നു. അവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ ഒരു സാഹചര്യത്തില് ആ ഒരു പെൺകുട്ടി അവൻ ഉപേക്ഷിച്ച് പോയതിന്റെ ആ ഒരു വിഷമത്തില് അവൻ എന്തോ ചെയ്തത്? അവൻ ലഹരി വസ്തുക്കളിൽ അഭയം പ്രാപിക്കാൻ തുടങ്ങി. മനസ്സിലായ? ആദ്യമേ അവൻ മദ്യപിച്ചു തുടങ്ങി. അതിൽ അവന് സന്തോഷം കണ്ടെത്താൻ, അവന്റെ സമാധാനം കണ്ടെത്താൻ പറ്റിയോ? ഇല്ല. അടുത്തതിലോട്ട് പോയി. സമാധാനം കണ്ടെത്താൻ പറ്റിയോ? കുറച്ചും കൂടെ അപ്ഗ്രേഡായി വേറെ അടുത്തതിലോട്ട് പോയി. അവൻ പൂർണ്ണമായി മാരകമായ ഒരു ഡ്രഗ് അഡിക്റ്റായി അവൻ മാറി. ആര് കാരണം? ആ പെൺകുട്ടി കാരണം. അവള് വേറൊരുത്തന്റെ ബൈക്കിൽ പറയുന്ന പറഞ്ഞ് പോയി. ഈ പൊട്ടൻ എന്തോ ചെയ്തു? എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിന് വേണ്ടിയിട്ട് അവൻ അവന്റെ സ്വന്തം ശരീരവും ആരോഗ്യവും
പൈസ കൊടുത്ത് തന്നെ വാങ്ങി നശിപ്പിച്ചു. ആർക്കാ നഷ്ടം? അവന് തന്നെയാണ് നഷ്ടം. ഇത്തരത്തിൽ അവന്റെ ഒരു കണക്ക് വെച്ചിട്ട് അവന് പ്രണയം തുടങ്ങുന്ന 12ാമത്തെ വയസ്സിലാണ്. കേൾക്കുമ്പോഴേ മടൽ കെട്ടി അടിക്കണം. കേൾക്കുമ്പോഴേ മടൽ കെട്ടി അടിക്കണം. മനസ്സിലായോ? മക്കളെ, ഇങ്ങനത്തെ ഉള്ള ഒരു ബന്ധങ്ങളിലൂടെ നിങ്ങൾ ചെന്ന് ചാടരുത്. നിങ്ങൾക്കുള്ള നല്ല ലൈഫ് പാർട്ട്നേഴ്സിനെ നിങ്ങളെ പേരൻസ് തിരഞ്ഞെടുപ്പിച്ച് തരും. മനസ്സിലായോ? അല്ലാതെ നമ്മൾ സിനിമയിൽ കാണുന്ന കണക്ക് എന്തോ ഞാൻ എന്റെ ഉയര് മുതലൊക്കെ കൊടുത്താണ് ഞാൻ അവളെ സ്നേഹിച്ചത്, തിരിച്ചവളെനിക്ക് അവിടെ പിണ്ണാക്കം തരും. ഒരു കാര്യമില്ല മക്കളെ. ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണിന്റെ സ്വാധീനപരമായി ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ മാത്രമാണ്. അതൊന്നും ഒരിക്കലും പ്രണയമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതുപോലത്തുള്ള ബന്ധങ്ങളിലോട് ചെന്ന് വീഴരുത്. അവസാനം അവൾ തേച്ചിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അവൻ തേച്ചിട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ ലഹരി വസ്തുക്കളിലൊക്കെ ചെന്ന് ചാടി നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയരുത്. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ വേണ്ടി നശിപ്പിച്ച് കളയാനുള്ള കാര്യമല്ല. ഒരു ചൊല്ലുണ്ടല്ലോ, കടുക്കലിട്ടവള് പോയ കമ്മലിട്ടവള് വരുമെന്ന്. അത്രേ ഉള്ളൂ, അത്രയും ഉള്ളൂ. മനസ്സിലായില്ലേ? എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ അവനവന്റെ സ്വന്തം ശരീരം നശിപ്പിക്കുക. അതാണ് മക്കളെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ. നമ്മൾ അങ്ങനത്തുള്ള സാഹചര്യങ്ങളോട് നമ്മൾ ചെന്ന് വീഴാൻ പാടില്ല. നഷ്ടം നമുക്ക് തന്നെയാണ്, വേറെ ആർക്കുമല്ല നഷ്ടം, നമുക്ക് തന്നെയാണ്. ഞാൻ ഇവിടെ കുറ്റപ്പെടുത്തി പറയല്ല, തിരിച്ചും സംഭവിക്കും. മനസ്സിലായ? നമ്മൾ ഒരു തരത്തിലുള്ള മക്കളെ ഒരു തരത്തിലുമുള്ള ഡ്രഗ് അഡിക്ഷനിലോട്ട് നമ്മൾ പോകാൻ പാടില്ല. മനസ്സിലായ? പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് നമ്മളുടെയൊക്കെ ഒരു ഹീറോസിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഞങ്ങൾ ഒരിക്കലും നമ്മളെ കണിയാത്തോട് ഭാഗത്താണ് ഇതൊക്കെ നിങ്ങൾ പെട്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാളെ ഞങ്ങൾക്ക് ലഹരി വസ്തുവുമായി പിടികൂടി. ഓഫീസിൽ കൊണ്ടുവന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചോടാ നീ ഇതെങ്ങനെ ഉപയോഗിച്ചൊക്കെ തുടങ്ങിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, സാർ എനിക്ക് സിനിമാ നടൻ വിജയണ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആര്? സിനിമാ നടൻ വിജയണ്ണനെ ഭയങ്കര ഇഷ്ടം. വിജയ് ഏതോ ഒരു സിനിമയില് ചുണ്ടിന്റെ സൈഡില് സ്റ്റൈലിഷ് ആയിട്ട് സിഗരറ്റ് വയ്ക്കുന്ന രംഗമുണ്ട്. ഈ പൊട്ടൻ എന്തോ ചെയ്തു? അത് കണ്ട് അവന് സ്റ്റൈലിഷ് ആയിട്ട് വെച്ച് ഇങ്ങനെ എന്താ ഉപയോഗിച്ച് തുടങ്ങിയതാ. വിജയ് അവിടെ കിടന്ന് കാശുണ്ടാക്കുന്നു, ഈ പൊട്ടൻ ഇവിടെ കിടന്ന് അവന്റെ ശരീരം കളയുക. അവന്റെ നെഞ്ചത്തെ ഞങ്ങൾ നോക്കിയപ്പോ പച്ചോത്ത് വെച്ചേക്കുന്നു, തളവത് വിജയ്. അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് അവനോട് പറയാനില്ല. അവനവന്റെ ഇഷ്ടത്തിനാണ് പോകും. ഇതുപോലൊക്കെയാണ്. ഞാൻ നേരത്തെ പഠിച്ച ആ പ്രണയം തകർത്തിരുന്ന പയ്യനില്ലയോ, ആ പയ്യന്റെ ഇതാണത് ലഹരി വസ്തു പിടിച്ചതിന്റെ പേരില് ഞങ്ങൾക്ക് അവരുടെ അടുത്ത് ഇച്ചിരി സഹതാപമൊക്കെ തോന്നി. നമ്മള് മനുഷ്യരല്ലയോ. അവന്റെ ആ വിഷമം കണ്ടപ്പോ നമുക്ക് അവനെ അങ്ങനെ വെറുതെ ഉപയോഗിച്ചിട്ടോ തോന്നിയില്ല. അവനെ നമ്മൾ സുരക്ഷിതമായ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചത്, ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു. അവനവിടെ ദിവസവും 5 മണിക്ക് എഴുന്നേൽക്കും. അവൻ ദിവസവും പറ്റതേക്കും. അവൻ ദിവസവും കുളിക്കും. ദിവസവും അവൻ തന്നെ കിടക്കുന്ന വിരിപ്പ അവൻ തന്നെ വൃത്തിയാക്കും. അവൻ കഴിക്കുന്ന പ്ലേറ്റ് അവൻ തന്നെ വൃത്തിയാക്കും. അവൻ എല്ലാ ദിവസവും സ്വന്തമായി ഭക്ഷണം പാചകം ചെയ്യും. എല്ലാ ദിവസവും സ്വന്തമായി വസ്ത്രം അലക്കും. എല്ലാ ദിവസവും അവൻ പുസ്തകങ്ങൾ വായിക്കും, പത്രങ്ങൾ വായിക്കും. എല്ലാ നല്ല ശീലങ്ങളും അവൻ പഠിക്കും. എല്ലാ ദിവസവും നല്ല ശീലങ്ങൾ ചെയ്യും. അങ്ങോട്ടേക്ക് പോണോ? പോണ്ടേ? ഇവിടെ സർക്കാർ ചെലവാ, ഇവിടെ ഗവൺമെന്റിന്റെ ചെലവാണ്. പോണ്ടേ? വേണ്ട. ഏതാ സ്ഥലം? ജയില. മക്കളെ, ഒരു യൂണിഫോമിന്റെ ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ അടുത്ത് പറയുക, ഞങ്ങൾക്ക് പോലും ഒരു പ്രതിയെ റിമാൻഡ് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാക്കിന്റെ പ്രതിയെ പിടിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴോ ഒന്നും ഞങ്ങൾക്ക് പോലും കേറാൻ താല്പര്യമില്ലാത്തൊരു സ്ഥലമാണ്. ഏത്? അത്രയും മോശപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരു കാരണവശാലും ലഹരി കേസിലെന്നല്ല മറ്റൊരു കേസിലും നിങ്ങൾ ആ പറയപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ പാടില്ല. അത്രയും മോശപ്പെട്ട, അത്രയും ഒരു നീചമായിട്ടുള്ള ഒരു സ്ഥലമാണത്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ അവിടെ കിടക്കാനാണ് പോകുന്നത്, അല്ല പ്രതികളെ കൊണ്ട് ഹാജരാക്കാൻ ചെല്ലുക. ആ സമയത്ത് നമുക്ക് പോലും ഒരു ഇറിറ്റേഷനാ തോന്നുന്നത്, ഒരു വീർപ്പുമുട്ടല. മനസ്സിലായോ? ഒരു കാരണവശാലും നിങ്ങൾ അവിടെ പോകാൻ പാടില്ല. ഒറ്റ റീസൺ ഒഴിച്ച്, നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുമ്പോഴല്ലാതെ. ജയിലിലൊക്കെ ജോലി കിട്ടുന്നവരില്ലേ?
പ്രൊഡക്ഷൻ ഓഫീസറായിട്ട് ജയിൽ സൂപ്രണ്ടായിട്ട് ജോലി കിട്ടുമ്പോൾ നിങ്ങളവിടെ അല്ല സാറ് പറഞ്ഞ് ഒരു കാര്യത്തിലും ജയിലിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടെ കയറാം, അല്ലാതെ മറ്റൊരു കേസിലും നിങ്ങൾ ആ പറയപ്പെട്ട ആ സ്ഥലത്തേക്ക് പോകാൻ പാടില്ല മക്കളെ. അത്രയും മോശപ്പെട്ട ഒരു സ്ഥലമാണ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്, വെരി ഗുഡ്. ഇനി എല്ലാവരും കുറച്ചും കൂടെ ഒന്ന് അപ്പായിട്ടിരുന്ന്. അത്രേ ഉള്ളൂ. ഇന്നത്തെ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന APJ അബ്ദുൽ കലാമിനെ അറിയത്തില്ല, കുറെ പേർക്ക് എഴുത്തച്ഛനെ അറിയത്തില്ല, വയലാർക്ക് അറിയത്തില്ല, വള്ളത്തോളിനെ ഒന്നും അറിയത്തില്ല. കുറച്ചു പേർക്കൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റേ എന്തോ തൊപ്പി, വേദൻ, പിന്നെ സായിപ്പ് ഇങ്ങനത്തെ ഉള്ളമാരെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്. മക്കളെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇവരൊക്കെ ഈ പറയപ്പെട്ടവരൊക്കെ നിങ്ങളുടെ ലൈഫിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങളുടെ ലൈഫിന് നല്ലതെന്ന് തോന്നിക്കുന്ന ഏതെങ്കിലും നല്ല മെസ്സേജ് ഇവർക്ക് ആരെങ്കിലും തരൂ? നിങ്ങളുടെ ലൈഫിന് ഗുണകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു മെസ്സേജ് ഇവരാരെങ്കിലും തരൂ? നിങ്ങളുടെ ലൈഫിനെ നശിപ്പിക്കുന്ന, നിങ്ങളുടെ ലൈഫിനെ വളരെ മാരകമായി നശിപ്പിക്കുന്ന വൈറസുകളെ പോലെയാണ് ഇവര്. നിങ്ങൾക്ക് ഒരു പ്രയോജനം, ഒരു രൂപയുടെ ഗുണം പോലും ഒന്നാരുണ്ടാക്കത്തില്ല. ഈ സായിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഒരു അറിവില്, സായിപ്പ് എന്നൊക്കെ പറഞ്ഞാലേ എന്റെ ഒരു അറിവില് നല്ല ഭാഷ ഉപയോഗിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എഴുത്തച്ഛന് മുമ്പുള്ള ഭാഷകളാണ് പുള്ളി കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലായില്ലേ മക്കളെ? നമ്മുടെ ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവന്മാര്. നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരുടെ ഒന്നും കണ്ടൻസ് നമ്മൾ ഫോളോ ചെയ്യരുത്. ഈ പറഞ്ഞ തൊപ്പിയാവട്ടെ, സായിപ്പാവട്ടെ, വേടനാവട്ടെ, ഒരിക്കലും നമുക്ക് അവമാനം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളുടെ സമയം ചുമ്മാതെ നമ്മളിങ്ങനെ ചെലവഴിക്കുക. ഇവന്മാരെ റീലും ലൈവൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? കാരണം നല്ല നല്ല വ്യക്തിത്വങ്ങളുണ്ട് നമുക്ക്, നല്ല നല്ല മോട്ടിവേഷൻ തരുന്ന നല്ല നല്ല ആൾക്കാരുണ്ട്. ഞാൻ ഇന്നലെ ക്ലാസ്സിലൊക്കെ എടുക്കാൻ പോകുന്നപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ എന്റെ അടുത്ത് പറയാ, നീ ക്ലാസ് എടുക്കാൻ പോയില്ലേ? ഞാൻ ഒരാളുടെ പേര് പറയാം, നീ അവരുടെ പേര് അവരുടെ അടുത്തൊന്ന് പറയണേന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു പേര്, അവൻ പറഞ്ഞ പേരെന്തെന്ന് അറിയോ? റഫീന. അത് തന്നെ, ഫുട്ബോളറാ. പേരെന്ത് പറഞ്ഞ? റഫീന. എന്റെ കൂട്ടുകാരൻ എന്റെ അടുത്ത് പറഞ്ഞതാടാ, നീ ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്തുവാ? റഫീന. എന്തോ പേര്? റഫീന. റഫീന എന്ന് പറയുന്നത് നിലവിലെ ഏറ്റവും മികച്ച ബ്രസീലിയൻ ഫുട്ബോളേഴ്സിൽ ഒരാളാണ്. ആര്? റഫീന. അപ്പൊ അവൻ പറഞ്ഞത് എന്താ? റഫീന ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് അവന്റെ ഒരു സംഭവം ഇങ്ങനെ വിശദീകരിക്കുക. അവന്റെ കുട്ടിക്കാലത്ത്, റഫീനയുടെ കുട്ടിക്കാലത്ത് അവനേക്കാൾ മികച്ച രീതിയിൽ കളിക്കുന്ന, അവനേക്കാൾ മികച്ച ടാലന്റ് ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ അവൻ ഉണ്ടായിരുന്നു. ആർക്കുണ്ടായിരുന്നു? റഫീനയ്ക്കുണ്ടായിരുന്നു. റഫീനേക്കാളും ടാലന്റഡ് ആയ, റഫീനേക്കാളും നല്ലതുപോലെ ഫുട്ബോൾ കളിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം എന്തിനു പുറകെ പോയി? ഡ്രഗ്സിന്റെയും ക്രൈമുകളിലേക്ക് പുറകെ പോയി. അവരെല്ലാം പിന്നീട് ജയിലിലേക്കും പോയി. റഫീന എന്തിന്റെ പുറകെ പോയില്ല? ഡ്രഗ്സിന്റെയോ ക്രൈമുകളുടെയോ ഒന്നും പുറകെ ആരും പോയില്ല. ഇത്തവണ സ്പാനിഷ് ലീഗിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്കുള്ള പുരസ്കാരം ആര് സ്വന്തമാക്കി? റഫീന സ്വന്തമാക്കി. ഇൻ കേസ് അവനവരുടെ സുഹൃത്തുക്കളെ പോലെ ഈ പറയപ്പെട്ട ലഹരി വസ്തുക്കൾക്കും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾക്ക് പുറകെ പോയിരുന്നെങ്കിൽ അവന് നേട്ടങ്ങൾ നേടുമായിരുന്നോ? അവനവന്റെ കൂട്ടുകാരുടെ അവസ്ഥ തന്നെ വന്നവന്, ജയിലിൽ കിടന്നവന് അവന്റെ കൂട്ടുകാരുടെ പുറകെ പോയിരുന്നെങ്കിൽ അവന്റെ ലക്ഷ്യത്തിന് വേണ്ടി അവൻ ഹാർഡ് വർക്ക് ചെയ്തു. അവന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായി അവൻ നേടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ മക്കളെ ലൈഫിൽ അതുപോലെ വളരെ വലിയ കാര്യങ്ങൾ നേടാനുള്ളവരാ. നിങ്ങൾ ലൈഫില് വലിയ വലിയ ആരൊക്കെയോ ആവേണ്ടവരാ. ഈ പറഞ്ഞ IAS-കാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, വക്കീലന്മാരുണ്ടാവും, എഞ്ചിനീയർമാരുണ്ടാകും, നല്ല IPS ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. നിങ്ങളിലൊക്കെ പലരും വളരെ വലിയ രീതിയിൽ എത്തേണ്ടവന്മാരാ. പക്ഷെ റഫീനയുടെ കൂട്ടുകാരുടെ രീതി പിന്തുടർന്നാൽ നമ്മൾ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റുമോ? ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല,
നമ്മൾ നേടിയതിനെയൊക്കെ നശിപ്പിക്കും. നമ്മളൊരു 100 കോടി സമ്പാദിച്ചാലും നമുക്കൊരു ദുശീലമുണ്ടെങ്കിൽ, ലഹരിപരമായിട്ടുള്ള ഒരു ദുശീലമുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാം നശിപ്പിക്കും. ശരീരവും സമ്പത്തും എല്ലാം നശിപ്പിക്കും. നമ്മൾ എത്ര രൂപ നേടിയാലും നമുക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാവത്തില്ല. ഇല്ല, ഓട്ട വീണ ടാങ്കിനകത്ത് വെള്ളം നിറയ്ക്കുന്നത് പോലെ ആയിരിക്കും. ടാങ്ക് നിറയോ? വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കും. ടാങ്ക് നിറയോ? അതുപോലെയാ. എപ്പോഴൊക്കെ നമ്മൾ നല്ല പൈസ ഉണ്ടാക്കിയാലും ലഹരി എന്ന് പറയപ്പെടുന്ന ഒരു വസ്തു ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന്റെ ഒരു അർത്ഥമില്ലാതായി പോകും. നമ്മൾ നേടിയതിനെയൊക്കെ നശിപ്പിക്കും, നേടാനുള്ളതിനെയും നശിപ്പിക്കും. മനസ്സിലായോ? റഫീജ നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് അതാണ്. അവൻ ആ പറയപ്പെട്ട ലഹരി വസ്തുക്കളിൽ ഒന്നും പുറകെ പോയില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി അവൻ നേടിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? നമ്മൾ ആ റഫീജയെ പോലെ ലഹരി വസ്തുക്കളെ എല്ലാം മാറ്റി നിർത്തി നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഫുട്ബോളറുടെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹം എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ലൈഫിൽ എപ്പോഴെങ്കിലും അദ്ദേഹം ലഹരി വസ്തു ഉപയോഗിച്ചതായിട്ട് നമ്മൾക്കറിയാമോ? അദ്ദേഹം ലഹരി വസ്തുക്കളല്ല മക്കളെ, ഒരു തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക് പോലും അദ്ദേഹം കുടിക്കില്ല. അദ്ദേഹത്തിന്റെ ടാറ്റു ഒന്നും അടിക്കുന്നില്ല. അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാ, ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അത്രയും മികച്ച മെസ്സേജ് നമുക്ക് തരുന്ന ഒരു വ്യക്തിത്വമാണ്, ഒരു സ്പോർട്സ് ഫാനാണ് ആര്? റൊണാൾഡോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞു. ഡോക്ടർമാർ പറയുന്നത് എന്തോ എപ്പോഴും അദ്ദേഹത്തിന് ഒരു 28 വയസ്സുകാരന്റെ ശാരീരിക പ്രകൃതിയാണെന്നാണ് പറയുന്നത്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറ്റുമോ? 20ാമത്തെ വയസ്സിൽ 40കാരന്റെ ശാരീരിക പ്രകൃതിയായി പോകും. മനസ്സിലായില്ലേ? നമ്മൾ റൊണാൾഡോയെ പോലെ നമ്മൾ ആ പറഞ്ഞ ഡ്രഗ്സിനെയൊക്കെ മാറ്റി നിർത്തി നമ്മളുടെ നേട്ടങ്ങൾ ഓരോന്നായിട്ട് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? അദ്ദേഹം നമുക്കറിയാം വളരെ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ വന്ന ആളാ. പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന തെരുവിലെ ക്ലീനറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാ. ആര്? ക്രിസ്ത്യാനോ റൊണാൾഡോ. 7ാമത്തെ വയസ്സിൽ വർഷങ്ങൾക്ക് ശേഷം അവൻ ആ നഗരത്തിലേക്ക് വിമാനമാർഗം വന്ന് ഇറങ്ങുമോ? ആ വിമാനമാർഗം വന്ന് ഇറങ്ങുമ്പോ ആ കണ്ണാടിയിൽ കൂടെ, വിമാനത്തിന്റെ ആ കണ്ണാടിയിൽ കൂടെ അവനെ എയർപോർട്ടിന്റെ പേര് വായിക്കുക. ആ എയർപോർട്ടിൽ അവന്റെ പേരായിരുന്നു. മനസ്സിലായോ? അതാണ് നമുക്ക് തരുന്ന മോട്ടിവേഷൻസ്. അല്ലാതെ ഈ പറഞ്ഞ തൊപ്പിയും സായിപ്പൊന്നുമല്ല നമ്മുടെ മോട്ടിവേഷൻ. ഇതുപോലുള്ള നല്ല വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ മോശകരമായ ഒരുപാട് നിങ്ങളുടെ ലൈഫിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരുപാട് സിനിമകളും നമ്മുടെ വിപണിയിലുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്, നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. പണ്ടൊക്കെ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് തരുന്ന മെസ്സേജുകളാണ്. സിനിമകളാവട്ടെ, മറ്റ് പണ്ടൊക്കെ ബാലരമയൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് നിന്നുള്ള ഒരു മെയിൻ തീം വെച്ചാൽ സത്യം ജയിക്കും, അസത്യം തോൽക്കും. അതായത് ഓരോ കാർട്ടൂണുകളുടെ, ബാലരമയിൽ വരുന്ന ഓരോ കാർട്ടൂണുകളുടെയും ഒരു ചുരുക്കം അതായിരുന്നു. നമ്മളങ്ങനെ ആ ഒരു ചെറിയ ശീലങ്ങളിലൂടെ നമ്മൾക്ക് തെറ്റേതാ ശരിയേതാന്നൊക്കെ പറഞ്ഞ് നമ്മളെ സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നതാണ് അവസ്ഥ. വളരെ മോശകരമായ കണ്ടന്റുകളല്ലേ നമുക്ക് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ കിട്ടുന്നത്. നമുക്ക് നിങ്ങളൊന്നും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട ഒരു പ്രായമേ ആയിട്ടില്ല. നിങ്ങൾക്കൊന്നും അതിൻ്റെതായിട്ടുള്ള ഒരു രൂപയുടെ പോലും ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. മനസ്സിലായോ? പണ്ടത്തെ സിനിമകൾ തന്നെ അത്രത്തോളം അങ്ങനത്തെ സിനിമകളായിരുന്നു. നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയ, നമുക്കൊരു ഇച്ചിരി ഒരു റിലാക്സേഷൻ തരാൻ പറ്റുന്ന സിനിമകളായിരുന്നു പണ്ടുള്ളത്. നമ്മൾ തിളക്ക സിനിമയിൽ തന്നെ ഗുണ്ട ഭാസ്കരൻ ഇല്ലയോ? ഗുണ്ടയാണെങ്കിൽ പോലും ഭാസ്കര എന്ന് മാഷ് വിളിച്ചു കഴിഞ്ഞാൽ പ്രസന്റ് സാറിന് പോലെ കൈകെട്ടി നിൽക്കുന്ന ഭാസ്കരൻ. നമ്മുടെ അധ്യാപകരെല്ലാം ബഹുമാനിക്കാൻ പഠിക്കുന്ന ഒരു രീതിയായിരുന്നു. എന്തുവാ, ഓരോ സിനിമയുടെ കണ്ടന്റുകള് മാഷുമാർക്ക് ഒരു പ്രത്യേക വിലയൊക്കെ ആയിരുന്നു പണ്ട്. ഇപ്പൊ എന്തുവാ, നമ്മളുടെ ഗുരുക്കന്മാർക്ക് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഗുരുക്കന്മാരെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. നമുക്ക് വേണ്ടിയാ അവർ ഓരോ കാര്യങ്ങളും നമ്മളെ ഗുണദോഷിക്കുന്നതാവട്ടെ, ശിക്ഷിക്കുന്നതാവട്ടെ, അതെല്ലാം നമുക്ക് വേണ്ടി തന്നെയാണ്. മനസ്സിലായോ? ഈ ഒരു മെസ്സേജ് ഇപ്പോഴുള്ള കുട്ടികളിൽ പലരിലും കാണാനില്ല. ഈ ഒരു ചിന്ത കാണാറില്ല. മനസ്സിലായോ? ഇതിന്റെ കൂട്ടത്തിലേക്കാണ് ലഹരി വസ്തു വരുന്നത്. ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ഇരിക്കുമ്പോഴേ ഈ പറയുന്ന ലഹരി വസ്തു നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. മൃഗത്തെ പോലെ പോകും നമ്മൾ. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ?
മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, മൃഗങ്ങൾക്ക് അതില്ല. ലഹരി വസ്തുക്കൾ നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ ഈ പറയപ്പെടുന്ന ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയില്ലയോ? നമ്മൾ ആർക്ക് തുല്യമാവുക? മൃഗങ്ങൾക്ക് തുല്യമാവുക. ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് തുല്യമാണ്? മൃഗങ്ങൾക്ക് തുല്യമാണ്, അല്ലയോ? ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വിപണിയിലുള്ള മാരകമായ ആ പറയപ്പെടുന്ന രാസലഹരി ഒരാളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് ആരാണെന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റില്ല. അത് സ്വന്തം അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, അധ്യാപകനായിരിക്കാം, കൂട്ടുകാരായിരിക്കാം. ആരാണെന്ന് അത് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറ്റുമോ? ആ സമയത്ത് അവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ആരാണെന്ന് അവന് തിരിച്ചറിയാൻ പറ്റില്ല. ആ സമയത്ത് അവനെ ചോദ്യം ചെയ്യുന്നതെല്ലാം ആരായിട്ട് അവന് തോന്നുള്ളൂ. ആ സമയത്ത് ആ പറയപ്പെടുന്ന ലഹരി വസ്തു ഉപയോഗിച്ചിരിക്കുന്ന ആ സമയത്ത് അവനെ ചോദ്യം ചെയ്യുന്നത് ആരായിട്ട് അവന് തോന്നുള്ളൂ? അവനെ ശത്രുവായിട്ട് അവന് തോന്നുള്ളൂ. ശത്രുക്കൾ എന്തോ ചെയ്യുന്നത്? ആക്രമിക്കും, മാരകമായി ആക്രമിക്കും. അതിന്റെ കുറെ ഉദാഹരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 3-4 മാസക്കാലം കണ്ട പത്രക്കെട്ടുകൾ, അല്ലയോ? സ്വന്തം ഉമ്മയുടെ തല മകൻ, ലഹരിക്ക് അടിമപ്പെട്ട മകൻ ചുറ്റികയല്ല കത്താൾ കൊണ്ട് വെട്ടി രണ്ടാക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ട മകൻ സ്വന്തം പിതാവിന്റെ തല കോടാലി കൊണ്ട് അടിച്ചു പൊളിക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ട യുവാവ് കൊല്ലം മുളിയക്കോവിലിൽ വാഗ്ദാനം ലംഘിച്ചതിന്റെ പേരിൽ സ്വന്തം കൂട്ടുകാരന്റെ വയറ് കുത്തിക്കീറി. അതിനുശേഷം അവൻ പോയി സൂയിസൈഡ് ചെയ്തു. ഒരു 1-2 ആഴ്ച മുമ്പ് ലഹരിക്ക് അടിമപ്പെട്ട യുവാവ് സ്വന്തം അമ്മയെ കൊന്നു കുഴിച്ചു മൂടി. ഇതെല്ലാം അവൻ സ്വബോധത്തിരിക്കുമ്പോഴാണ് ചെയ്തത്. ഇതെല്ലാം അവൻ സ്വബോധത്തിരിക്കുമ്പോഴാണ് മക്കളെ ചെയ്തത്. അപ്പൊ ഇത്രയും നമ്മുടെ മനസ്സിനെയൊക്കെ നടക്കുന്ന ഇത്രയും മാരകമായ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ലെവലിലേക്കാണ് നമ്മുടെ മനസ്സിനെ അവർ കൊണ്ടുപോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രയും ഭീകരമാണ് ആ ലഹരി എന്ന് വേണ്ടി നമ്മൾ മനസ്സിലാക്കാൻ. ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറയപ്പെടുന്ന മൃഗങ്ങൾക്ക് തുല്യമായി ഇത്തരം പ്രവൃത്തികളിലോട്ട് തന്നെ നമ്മൾ എത്താൻ പോകുന്നത്. നമ്മൾ എത്തുമോ? എത്തണോ? നിങ്ങൾ പറ, ഈ പറയപ്പെട്ട മാരകമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരുടെ പട്ടികയിലേക്ക് നമുക്ക് എത്തണോ? ഒന്നും കൂടെ ചോദിക്കുക. അത് നമ്മള് തന്നെ നമുക്ക് എന്തുവാ മൈൻഡ് എന്തുവാ അങ്ങ് സീറോ ആയി പോവുക. ഇങ്ങനെയൊക്കെയുള്ള മനസ്സൊക്കെ ഇല്ലാതായി പോകും ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്ക്. ഓരോ ദിവസം നമ്മൾ എടുത്തു വന്ന പത്രക്കെട്ടുകൾ അങ്ങനെ ആയിരുന്നു. ഇത് എത്രത്തോളം ക്രൂരമാണ്, എത്രത്തോളം നീചമാണ് ഈ ലഹരി എന്നുള്ളത് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥയാണ്. നമ്മളിലേക്ക് ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ വരും. ഞാൻ നേരത്തെ 2-3 സാഹചര്യങ്ങൾ പറഞ്ഞില്ലയോ? ആ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞത് എന്തിനു വേണ്ടിയാ? അതുപോലുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളിലേക്കും എത്താം. ആ സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അതെല്ലാം പറഞ്ഞത്. അല്ലാതെ ജസ്റ്റ് വെറുതെ മക്കളെ നിങ്ങളടുത്ത് കേട്ടു പോകാൻ വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങൾക്കായാലും നിങ്ങളുടെ അധ്യാപകർക്കായാലും നിങ്ങളുടെ പേരൻസിനായാലും ഇതെല്ലാം നിങ്ങളടുത്ത് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. തീരുമാനം എടുക്കേണ്ടതാരാ? നിങ്ങളല്ലയോ? കാര്യം ഇത് അഫക്ട് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം നശിക്കും. നിങ്ങളാണ് ഇവിടെ അടുത്തതായിട്ട് വരേണ്ട തലമുറ. അടുത്തതായി ഞങ്ങളെയൊക്കെ ഭരിക്കാൻ പോകേണ്ട തലമുറ നിങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം നശിക്കും. നിങ്ങളെ ഈ പറയപ്പെടുന്ന ലഹരിയുടെ കെണികളിൽ നിന്നെല്ലാം മോചിതരാക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കും നിങ്ങളുടെ അധ്യാപകർക്കും നിങ്ങളുടെ പേരൻസിനും ഉണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ എടുക്കുന്ന ഒരു ചെറിയ തീരുമാനമാണ് നിങ്ങൾ ഈ ലഹരി ഉപയോഗിക്കില്ല എന്നുള്ളത്. പക്ഷെ അതിന്റെ റിസൾട്ടോ വളരെ വലുതാണ്. നമ്മൾ ലഹരി ഉപയോഗിക്കുന്നില്ല ഒറ്റൊരു ഡിസിഷൻ എടുത്താൽ മതി, ലൈഫ് എന്ന് ചേഞ്ച് ആവും. നമ്മളുടെ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിത്തുടങ്ങും. മനസ്സിലായോ? നമ്മൾ ആ വഴിയിലേക്ക് ഒന്ന് നീങ്ങി തുടങ്ങിയാൽ മതി. ലക്ഷ്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിത്തുടങ്ങും. അത്തരത്തിലുള്ള നല്ല യുവാക്കളും നല്ല യുവതികളുമായിട്ട് മാറുക. നിങ്ങൾ നല്ല വിദ്യാർത്ഥികളാണ്. ഇനി വരും കാലങ്ങളിൽ നിങ്ങൾ നല്ല യുവാക്കളും യുവതികളും നല്ല പൗരന്മാരുമായി
സ്കൂളിനും നാടിനും ഉപകാരപ്പെടുന്ന നല്ല വിദ്യാർത്ഥികളും നല്ല യുവാക്കളും നല്ല പൗരന്മാരും ആയി നിങ്ങൾ വളരണം. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. എല്ലാരും ഊണ് കഴിച്ചിട്ടൊക്കെ ഇരുന്ന് എന്തോ ഉറക്കം പിടിച്ചു തുടങ്ങിയ? ആ മക്കളെ, ഞാൻ ഇതെല്ലാം നിങ്ങളടുത്ത് പറഞ്ഞത് അറിയാലോ. നമ്മൾ ഓരോ സ്കൂളിൽ പോയി നിങ്ങളടുത്തൊക്കെ ക്ലാസ് എടുക്കുക. കാര്യം അത്രത്തോളം പിടിമുറക്കിയിരിക്കുന്ന ഒരു വസ്തുവായി പോയത് ലഹരി വസ്തു എന്ന് പറയുന്നത്. ആ പറയപ്പെട്ട മാരകമായ രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരി വസ്തു അത്രയും ക്രൂരമാണ്. അതിൽ നിന്നെല്ലാം നിങ്ങളെ വിട്ട് നിർത്തിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. നിങ്ങളെ ഒരാൾ അതിൽ നശിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സമൂഹം തന്നെ നശിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാ അപ്പൊ നിങ്ങൾ അതിന്റെയൊക്കെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കി ഇതിനെല്ലാം പിന്തിരിഞ്ഞ് നടക്കണം. നിങ്ങൾക്ക് അതിനെ കൊണ്ട് നിങ്ങൾക്ക് അതിനൊക്കെ നിന്ന് പറ്റും. അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു തീരും. നിങ്ങളുടെ മാതാപിതാക്കൾ തരുന്ന നല്ല ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അധ്യാപകർ തരുന്ന നല്ല മെസ്സേജുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായും ലൈഫിൽ ഉയർച്ചകൾ ഉണ്ടാകും. മനസ്സിലായ? അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നല്ല വിദ്യാർത്ഥികളായി, നല്ല പൗരന്മാരായി, നല്ല ആൾക്കാരായി വളരണം. നിങ്ങൾക്ക് അതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.